എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിലെ ഓരോ മാസവും ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. സൂര്യന്റെ ശക്തമായ സ്വാധീനം ലഭിക്കുന്ന നക്ഷത്രമാണ് മകം. നേതൃത്വം, ആത്മവിശ്വാസം, അഭിമാനം, നീതിബോധം ഇവയൊക്കെയാണ് മകം നക്ഷത്രക്കാരുടെ മുഖ്യ സവിശേഷതകൾ. എന്നാൽ ഓരോ മാസവും ഗ്രഹനിലകളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്ത അനുഭവങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ജനുവരി മുതൽ ഡിസംബർ വരെ മാസഫലവും അതിനൊപ്പം ചെറിയ ജ്യോതിഷ പരിഹാരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത്. ജനുവരി വർഷാരംഭം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതായിരിക്കും. ജോലിസ്ഥലത്തും കുടുംബത്തിലും നിങ്ങളുടെ തീരുമാനങ്ങൾ നിർണായകമാകും. മുൻപ് ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ പതുക്കെ ലഭിക്കാൻ തുടങ്ങും. എങ്കിലും അമിതമായ ആത്മവിശ്വാസം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ്. ഞായറാഴ്ച രാവിലെ സൂര്യന് ജലം അർപ്പിക്കുക. ചുവന്ന പുഷ്പം ഉപയോഗിച്ച് ഓം സൂര്യായ നമ 11 പ്രാവശ്യം ജപിക്കുക. പിതാവിനോടുള്ള ആദരം വർദ്ധിപ്പിക്കുക. ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. ആവശ്യമില്ലാതെയുള്ള ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ദാമ്പത്യ ബന്ധത്തിൽ ആശയവിനിമയം കുറയുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. വാക്കുകൾ നിയന്ത്രിക്കുക എന്നതാണ് ഈ മാസത്തെ പ്രധാന പാഠം. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കുക. ചുവന്ന വസ്ത്രം ധരിച്ച് ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് ഗുണകരമായിരിക്കും. മാർച്ച് പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ ഒരു മാസമാണ് മാർച്ച്. ജോലി മാറ്റം, പുതിയ ബിസിനസ് ആശയങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നല്ല സമയം. സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. ചെയ്യേണ്ട പരിഹാരം ഇതാണ്. വ്യാഴാഴ്ച ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. മഞ്ഞ നിറമുള്ള ഭക്ഷണ സാധനങ്ങൾ ദാനം നൽകുക. ഓം ഗുരുവേ നമ 9 പ്രാവശ്യം ജപിക്കുക. ഏപ്രിൽ കോപം നിയന്ത്രിക്കേണ്ട മാസമാണ് ഏപ്രിൽ. അധികം സംസാരിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കും. ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിനാൽ വിശ്രമം അനിവാര്യമാണ്. ഈ മാസം നിങ്ങൾ ഈ പരിഹാരം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ വൈകുന്നേരം വിളക്ക് തെളിയിക്കുക. ദിവസവും ഓം നമഃശിവായ 21 പ്രാവശ്യം ജപിക്കുക. വെള്ളം കൂടുതൽ കുടിക്കുക. മെയ് ധനകാര്യത്തിൽ നല്ല പുരോഗതി കാണുന്ന മാസമാണ് മെയ്. കുടുംബത്തിലെ പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. വെള്ള അരി, പാൽ, പഞ്ചസാര എന്നിവ ദാനം നൽകുന്നതും ഈ മാസം ശുഭകരമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരക്രിയ. ജൂൺ മാസത്തിൽ മനസ്സ് അല്പം അശാന്തമാകുന്ന മാസമായിരിക്കും. പഴയ ഓർമ്മകളും വിഷമങ്ങളും വീണ്ടും മനസ്സിൽ വന്നേക്കാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷമ അനിവാര്യമാണ്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: രാവിലെ കിഴക്കോട്ട് മുഖം തിരിച്ച് പ്രാർത്ഥിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് 3 പ്രാവശ്യം ചൊല്ലുക. ധ്യാനം അഭ്യസിച്ചു തുടങ്ങുക. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ശാന്തിക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ജൂലൈ ജോലി ജീവിതത്തിൽ വലിയ മുന്നേറ്റം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ മാനവും സ്ഥാനവും വർദ്ധിക്കും. നേതൃത്വ കഴിവുകൾ തെളിയിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ഇവിടെ ലഭിക്കും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: ഞായറാഴ്ച സൂര്യോപാസന ശക്തമാക്കുക. താമര പുഷ്പം അർപ്പിക്കുക. അഹങ്കാരം പരമാവധി ഒഴിവാക്കുക. ഓഗസ്റ്റ് ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണിത്.
വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. നിക്ഷേപങ്ങൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. പരിഹാരക്രിയ ഇവയൊക്കെയാണ്. ശനിയുടെ ദോഷശമനത്തിനായി ശനിയാഴ്ച എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക, കറുത്ത എള്ള് ദാനം ചെയ്യുക. സെപ്റ്റംബർ മാസം കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും. മക്കളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകും. ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. വ്യാഴാഴ്ചകളിൽ ദരിദ്രർക്ക് ഭക്ഷണം നൽകുക എന്നതാണ് ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരക്രിയ. ഒക്ടോബർ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട മാസമാണ് ഒക്ടോബർ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ധൈര്യം കൈവെടിയരുത്. മാത്രം ശരിയായ ഉപദേശം തേടിയ ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. പരിഹാരക്രിയ ഇവയൊക്കെയാണ്. ശിവലിംഗത്തിൽ ജലം ഒഴിക്കുക. രുദ്രാക്ഷം ധരിക്കുന്നത് ഗുണകരമാണ്. നവംബർ മാസം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യം പല രീതിയിലും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കുക. വെള്ളിയാഴ്ച വീട്ടിൽ ദീപം തെളിയിക്കുക. ഡിസംബർ വർഷത്തിൻ്റെ അവസാനം ആത്മസംതൃപ്തി നൽകുന്ന മാസമായിരിക്കും ഇത്. ജീവിതത്തിൽ നേടിയതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം. അടുത്ത വർഷത്തെ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്താൻ ഉത്തമമായ കാലമാണിത്. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം: പിതൃസ്മരണ നടത്തി ദാനം ചെയ്യുക. നന്ദി പ്രാർത്ഥന ദിവസവും നടത്തുക. ഇങ്ങനെ മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉയർച്ചയും പരീക്ഷണങ്ങളും ഒരുപോലെ നൽകുന്ന കാലഘട്ടമാണ്. ക്ഷമ, വിനയം, ശരിയായ സമയം തിരിച്ചറിയുന്ന ബുദ്ധി ഇവ കൈവശം വെച്ചാൽ ഈ വർഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നക്ഷത്രവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.